ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വിഷു ദിവസമായി രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കണിയൊക്കെ കണ്ടിട്ട് പിന്നെയും പോയി കിടന്നുറങ്ങിയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് തലേ ദിവസം ഉണ്ടാക്കി അട തന്നെയാണ് കഴിച്ചത്. എവിടുന്നാന്ന് അറിയില്ല, ഡൈനിങ് ടേബിളിൽ കുറച്ച് ഉരുണിമാങ്ങ ഇരിക്കുന്നത് കണ്ടു. ഒട്ടും സമയം കളയാതെ വേഗം പോയിട്ട് ഞാൻ റെഡി ആയിട്ട് താഴത്തേക്ക് പോന്നു. ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് പോണതൊരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി. ഏട്ടൻ്റെ ആൻറ്റീനെയും കൂടി പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഓൺ ദ വേ കുറേ കണിക്കൊന്നൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതേ കല്യാണ മണ്ഡപം എത്തിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം ഒട്ടും ഉറക്കം ശരിയാവാത്തത് കാരണം ഭയങ്കര ടയേർഡാണ്. എന്നെ കണ്ടാൽ തന്നെ അറിയാം ഒട്ടും ഉഷാറില്ലാതെയാണ് ഞാൻ വന്നിട്ടുള്ളത്. മണ്ഡപത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയും ചെറിയൊരു വിഷുക്കണി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കല്യാണം കൂടുന്നത്, അതും വിഷു ദിവസം. ഫസ്റ്റ് ട്രിപ്പിനെ സദ്യക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഇരിക്കുകയും ചെയ്തു ഞങ്ങളെല്ലാവരും. സാധാരണ നമ്മൾ വിഷു സദ്യയൊക്കെ വീട്ടിലാണല്ലോ ഉണ്ടാക്കാറുള്ളത്. ഇന്നിപ്പോൾ ഈ ഒരു കല്യാണത്തിന് വന്നത് കാരണം അടിപൊളിയായിട്ട് സദ്യ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് കഴിക്കാം. ഈ സദ്യയിൽ വെറൈറ്റി ആയിട്ട് ചെറിയൊരു പരിപ്പ് വടയും പിന്നെ ഈ കറിവേപ്പിലയിൽ പുളി ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയും പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയാണ് ടാസ്ക് പരിപാടി. ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക എന്നുള്ളത്. ഒടുക്കത്തെ ചൂടായിരുന്നു, അതുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും വേർത്ത് കുളിക്കുകയായിരുന്നു. എങ്ങനെയും സ്റ്റേജ് ഒന്ന് എത്തിയാൽ മതി എന്നായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അവിടെ ഒരു കൂളർ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് കഴിയുമ്പോൾ കുറച്ച് കാറ്റെങ്കിലും കിട്ടുമല്ലോ. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള എല്ലാ ആൾക്കാരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് ഞാനും ഏട്ടനും അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. ഇനി ഞാനും ഏട്ടനും എൻ്റെ വീട്ടിലേക്കാണ് പോണത്. എൻ്റെ വീട് വളാഞ്ചേരിയാണ് കേട്ടോ ഉള്ളത്. വണ്ടിയിൽ കയറിയ അപ്പം മുതൽ ഞാൻ ഉറങ്ങാൻ തുടങ്ങിയതാണ്. പിന്നെ വീട് എത്തണതിൻ്റെ കുറച്ച് മുന്നെയാണ് ഞാനൊന്ന് എണീറ്റത്. എടുക്കോ സാത്തു? ഏട്ടന് സാത്തൂനെ കണ്ട് കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു ഇൻട്രസ്റ്റ് ആണ് ചൊറിയാനായിട്ട്. രണ്ടുപേരും കീരിയും പാമ്പും പോലെയാണ്. ചെറിയ രീതിയിലുള്ള വിഷുക്കണി ഇവിടെയും എൻ്റെ അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ എത്തിയത് ഉച്ച സമയത്തായത് കാരണം ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇരുന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഫുഡ് കഴിക്കണ നേരം കൊണ്ട് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മാവിൽ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണത്. ഇത് കോമാങ്ങയാണ്. സാത്തൂന് പിന്നെ ഞാൻ തന്നെ ഫുഡ് തന്നാൽ മതി എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് ഇരുന്നു. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിലെ സ്നാപ്ചാറ്റ് ഫിൽറ്റർ എടുത്തിട്ട് ഓരോ ഫണ്ണി ഫോട്ടോസ് എടുക്കലാണ് കേട്ടോ പണി. 2 സ്റ്റോറി ബുക്സും ഒരു ആക്ടിവിറ്റി ബുക്കും സാത്തൂന് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൈയോടക്കനെ അവൾക്ക് കൊടുത്തു. അവൾക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ അവൾ അതിൽ എൻഗേജ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതേവരെ വാങ്ങാത്തൊരു സാധനമാണ് ഈ സ്ലൈം. പിന്നെ ഇവളുടെ കയ്യിൽ ഇത് കണ്ടപ്പോൾ ഞാനും കുറച്ച് നേരമൊക്കെ അത് കളിക്കാൻ വേണ്ടി കൂടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രെസ് ബസ്റ്റർ തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം നല്ലതാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും യൂസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് തന്നെ കൈയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി ബുക്ക്. ഇതിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള സ്റ്റിക്കർ അതിലെടുത്ത് വെച്ചിട്ട് ഒട്ടിച്ചാൽ മാത്രം മതി. ഈ സ്ലൈമിൻ്റെ ഒരു പോർഷൻ എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു. എല്ലാവർക്കും തന്നെ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണയും അമ്മ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. വൈകുന്നേരം സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം പാപ്പനും എൻ്റെ അനിയനും കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അനിയൻ അവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വിഷു കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ വർക്ക് ഉള്ളത് കാരണം വേഗം തന്നെ തിരിച്ചു പോയി. അവിടെ എത്താനായിട്ട് അധികം ലേറ്റ് ആവരുതല്ലോ. അവരിറങ്ങിയതിൻ്റെ നേരെ പിന്നാലെ എൻ്റെ ഏട്ടനും ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരക്കൊക്കെ ഒന്നൊഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി. മുത്തശ്ശൻ്റെ ഈവനിങ് വാക്കിൻ്റെ സമയമാണ്. അപ്പോൾ ഞാനും മുത്തശ്ശനും സാത്തും കൂടിയിട്ട് പുറത്ത് കുറച്ച് നേരം പൂച്ചകളുടെ കൂടെയൊക്കെ കളിച്ചിരുന്നു. മുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മാങ്ങ എവിടെ നിന്നും ഇല്ലാതെ താഴത്തേക്ക് വീണത്. എന്തോ ഭാഗ്യത്തിന് തലയിൽ വീണില്ല. ഫുൾ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ആ മാങ്ങ അമ്മമ്മയുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാത്ത് പോയിട്ടുണ്ട്. 2-3 അപ്പൂപ്പന്താടി കിട്ടിയപ്പോൾ ഞാൻ സാത്തൂന് ഇത് എന്താന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എനിക്ക് തോന്നിയത് അവൾക്ക് ഇതിനെക്കുറിച്ച് അത്ര വലിയ പരിചയമില്ല എന്നുള്ളതാണ്. അപ്പൂപ്പന്താടി എന്താന്നുള്ളതിൻ്റെ ചെറിയൊരു ഐഡിയ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അമ്മമ്മയുടെയും മുത്തശ്ശൻ്റെയും സീരിയൽ ടൈമാണ്. ഞങ്ങൾ കാണാറില്ലെങ്കിലും നാട്ടിൽ വരുമ്പോൾ മാത്രം ഇവരുടെ കൂടെ ഇരുന്ന് ഇടയ്ക്ക് കാണാറുണ്ട്. ഇരുട്ടായിട്ട് പൂത്തിരി കത്തിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. സാത്ത് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പൂത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് മഴ പെയ്തപ്പോൾ ആൾ കുറച്ച് ഡൗൺ ആയിപ്പോയി. നമ്മുടെ കയ്യിൽ പിന്നെ എല്ലാറ്റിനും ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ കോളേജ് പഠിക്കുന്ന കാലം വരെയും ഞാനും പൂത്തിരി ഇങ്ങനെ തന്നെയാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശന് ഭയങ്കര നിർബന്ധമായിരുന്നു നമ്മുടെ കൈയൊന്നും പൊള്ളിക്കരുത് എന്നുള്ളത്. അതുകൊണ്ട് ചെറിയൊരു മരക്കഷ്ണത്തിൻ്റെ ഉള്ളിൽ ഈ കമ്പിത്തിരി വെച്ചിട്ടാണ് ഞങ്ങൾ കത്തിക്കാറുണ്ടായിരുന്നത്.
പൂത്തിരി കത്തിക്കലും പിന്നെ സാത്തുവിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിനൊക്കെ ശേഷം ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്നു. ഇതായിരുന്നു ഇവിടുത്തെ സദ്യ. ഞാൻ കുറച്ച് സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വേഗം ഞങ്ങളെല്ലാവരും പോയിട്ട് കിടന്നുറങ്ങി. നല്ല ടയർഡായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇന്ന് വിഷുവിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ പനിക്കൂർക്ക ഇട്ടിട്ടുള്ള ഒരു കട്ടൻ ചായ ഉണ്ടാക്കി. എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായ എന്തോ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആണ് ഉണ്ടാക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയും സാമ്പാറുമാണ് ഉണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സാത്തുവിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാനായിട്ടിരുന്നു. എപ്പോൾ വരുമ്പോഴും ഇവിടെ ഈ മരത്തിൽ ഇരുമ്പാമ്പുളി കാണുമ്പോൾ ഞാൻ വിചാരിക്കും ബാംഗ്ലൂർക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. ഇപ്രാവശ്യം ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെ ഇരുന്നു. കുറച്ച് പറിച്ചിട്ട് എന്തായാലും ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇരുമ്പാമ്പുളി വെറുതെ ഉപ്പും മുളകും ഇട്ട് കഴിക്കണേക്കാളും എനിക്ക് ഒന്നും കൂടെ ഇഷ്ടം അത് ഉണക്കിയിട്ട് അച്ചാറാക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ സാത്തു അവളുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതിനും എന്നെ വിളിച്ചുകൊണ്ട് പോകട്ടോ. മുടി കെട്ടി തരുമെന്നും ചോദിച്ചിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിൽ തന്നു. അവൾ പിന്നെ വലിയ കാര്യമായിട്ട് ഇരുന്ന് തന്നില്ലെങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. വിഷുവിൻ്റെ സെയിം സാധനങ്ങൾ തന്നെയാണ്. എക്സ്ട്രാ ആയിട്ട് ചിക്കൻ കറി, ചക്കുപ്പേരി, ചക്കലിശ്ശേരി ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച അപ്പം തന്നെ സാത്തുവും മേമയും അമ്മയും കൂടിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ എനിക്ക് എഗെയിൻ ട്രാവൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇന്നും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ ആകെ ടയർഡായിട്ട് പിന്നെയും വലഞ്ഞു പോകും. അതുകൊണ്ട് ഇവർ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. അവരിവിടുന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ എത്തി. അച്ഛന് വിഷുവിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ ആണ് എത്തിയത്. ഏട്ടനും അപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ വന്നത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. കേടുപാടൊന്നും കൂടാത്ത ഒരു അപ്പൂപ്പന്താടി കൂടി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ സാത്തുവിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനും അച്ഛനും വിശ്രമിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ ഡിസ്കഷനിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കൊരു റെസ്റ്റ് ഇല്ല. ഫുൾ ടൈം ഫുഡ് അടിയാണ്. തലേ ദിവസം മഴ പെയ്തുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പൂത്തിരി കത്തിക്കലൊന്നും നടന്നില്ലെങ്കിലും ഇന്ന് സാത്തുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പൂത്തിരിയും പടക്കമൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട്. ഇത്തവണ വിഷുവിൻ്റെ അന്നത്തേനേക്കാളും തലേ ദിവസം പിറ്റേ ദിവസമാണ് ചെറിയ രീതിയിലെങ്കിലും ആഘോഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. വിഷുവിൻ്റെ അന്ന് ഫുൾ ഹെക്റ്റിക്കായിരുന്നു. അമ്മയുടെ നേരെ താഴെയുള്ള അനിയത്തിക്കും ഇപ്രാവശ്യം വിഷുവിനൊന്നും എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവരെയും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പച്ചയാ അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഡിന്നറും കഴിച്ചിട്ട് ഈ വർഷത്തെ വിഷു സെലിബ്രേഷൻസ് എല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് കാണുന്നത് വരെയും ബൈ.